ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്. ഉച്ച സമയമാണ്, പക്ഷേ ഉച്ച സമയത്താണ് ഇറങ്ങാൻ സമയം കിട്ടുന്നത്. ഞാനേ കുറച്ച് തയ്യാറെടുപ്പുകളാണ്. നമുക്ക് ദുബായി പോകുമ്പോൾ കുറച്ചൊക്കെ തയ്യാറെടുക്കണ്ടേ? ഒക്കെ മാഞ്ചസ്റ്റർ പോണ പോലെയുള്ള തയ്യാറെടുപ്പ് വേണ്ട, എങ്കിലും കുറച്ച് ഡ്രസ്സൊക്കെ പർച്ചേസ് ചെയ്യാമെന്ന് വെച്ചു. വെസ്റ്റ് സൈഡിലേക്ക് പോവാണേ, ലുലു അങ്ങോട്ട് പോകും. അപ്പോൾ ഞാനും അനുക്കുട്ടി ഒന്നിച്ച് പോകാമെന്ന് പറയുമ്പോൾ പുടുവിനെ കൊണ്ടുപോകേണ്ടി വരും. അപ്പോൾ ഞങ്ങൾ 2 ദിവസമായിട്ട് പോകാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. പുടുവായിട്ട് പോയാൽ നമുക്ക് ഒരു പർച്ചേസിങ് നടക്കില്ല. നോക്കിയാൽ നമ്മുടെ ചെറീസൊക്കെ ഇപ്പോൾ ഉണ്ട്, പക്ഷേ പഴുത്തിട്ടില്ല. കുറേ കാ വന്ന് നിൽക്കണു. ഇത് കണ്ട നിത്യകല്യാണി. ഈ സമയമായതുകൊണ്ടാണെന്ന് തോന്നുന്നു വലിയ തിരക്കില്ല, ഉച്ച സമയം. ഓക്കെ, എനിക്കൊന്ന് ഹാംലീസിലൊന്ന് കയറണം. പുഴുവിൻ്റെ ബബിൾ ഉണ്ടാക്കണ മെഷീൻ കേടായി. വെസ്റ്റ് സൈഡിനകത്ത് എത്തിക്കഴിയും. ഫേവറേറ്റ് പ്ലേസ് ഇത്. ഇവിടുത്തെ വെസ്റ്റേൺ ഔട്ട്ഫിറ്റ്സിൻ്റെ ഏരിയ ആണ്. നമുക്ക് ആദ്യം അങ്ങോട്ട് പോയിട്ട് ഇങ്ങോട്ട് വരാം. വാവ്, നൈസ് പാറ്റേൺ. ഉത്സാഹയും ഉണ്ട് ഇവിടെ കിടക്കുന്നു. കുറച്ച് വെസ്റ്റേൺ വെയർ ഐറ്റംസ് നോക്കാൻ നിൽക്കുകയാണേ, പക്ഷേ പലതും സൈസ് കിട്ടുന്നില്ല. എക്സൽ നോക്കുമ്പോൾ ഇറ്റ്സ് നൈസ്, ബട്ട് നോ എക്സൽ. ഞാൻ കുറേ നോക്കിക്കൊണ്ടിരിക്കുന്നു. ഇത് നല്ലത്, പക്ഷേ എക്സൽ ഇല്ല. എന്തായാലും ഒരു ബാഗ് പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, ഇത് ഞാൻ നോക്കിയായിരുന്നു കേട്ടോ, പക്ഷേ എനിക്ക് അത്ര ചേരുന്നില്ല. കുറച്ച് ടൈറ്റ് സൈസില്ല പലതിനും. എക്സലാണ് വേണ്ടത്, പക്ഷെ ഇവിടെ ലാർജ് വരെ ഉള്ളൂ. അങ്ങനെ ഹാംലീസിലെത്തി. ഇവിടെ നിന്ന് ഒരു ബബിൾ വാങ്ങിക്കാം. ഈ ടൈപ്പ് മാത്രമേ ഉള്ളൂ ബബിൾസിൻ്റെ.
മറ്റതില്ല. അപ്പോൾ നമ്മളൊന്നും മേടിക്കുന്നില്ല, ഓൺലൈൻ നോക്കാം. ലുലു മോളിൽ നിന്ന് ഇറങ്ങുന്ന ചെറിയൊരു ഷോപ്പിംഗ്. അങ്ങനെ കറങ്ങി ഭീമയിലെത്തിയിരിക്കുകയാണ്. മൂക്കുത്തി ഒന്ന് മാറ്റിയാലോ എന്ന് വിചാരിക്കണം കേട്ടോ. നമുക്ക് സെക്കൻഡ് ഫ്ലോറിൽ പോകാം. ഇതൊരു ഹാഫ് സെമി അല്ലേ, റിങ് പോലെ, ജെ പോലെ വരുന്നത്. കുറേ ഓപ്ഷൻസ് നോക്കുവാണേ. മൂക്കുത്തി ഒന്ന് മാറുന്ന പരിപാടി, ലോട്ട് ഓഫ് ഓപ്ഷൻസ്. ഇതിപ്പോൾ ഒരു പുതിയതാ റിങ് ഇങ്ങനെ ആടുന്ന ടൈപ്പ് അല്ലേ, അത് നമ്മളിങ്ങനെ മാറ്റി വെച്ചിരിക്കുന്നു. അതെ, ഇത് കണ്ടിട്ട് രസമുണ്ട്. ചേരുമെന്നൊന്നും അറിയില്ല. ഹാങ്ങിങ് ടൈപ്പ്. പിന്നെ ഇത് ഡയമണ്ടിൻ്റെ തന്നെ റിംഗ് പാറ്റേൺ. ഇത് പക്ഷേ ഇപ്പോൾ കിടക്കുന്നതിൻ്റെ വേറൊരു ടൈപ്പ്. ഓക്കെ, ഇത് വേണ്ട. ഈ റിങ്ങാണ് ഞാൻ നോക്കുന്നത്. ഇത് നോക്കട്ടെ, ഇത് ചേരുന്നുണ്ടോ, ഏതാ ചേരുന്നു നോക്കാം. തൃശൂലം. ഓം കണ്ടില്ലല്ലോ, തൃശൂലം കണ്ടു. ചിലരൊക്കെ അത് അയ്യോ ഇത് നോക്കി, തോക്ക്, കടാര, എന്തൊക്കെ പാറ്റേൺ. തൃശൂലം. ഇത് സ്വസ്തിക് പക്ഷേ കുറച്ച് നല്ലതാണ് അല്ലേ, സ്വസ്തിക് പാറ്റേൺ നല്ല ഐശ്വര്യമാണ്. ഭീമ ജ്വല്ലറിയുടെ അകത്ത്. ഇതിപ്പോൾ തേർഡ് ഫ്ലോറാണ്. ഇവിടെയാണ് മൂക്കുത്തിയുടെ കളക്ഷൻസ് ഉള്ളത്. അപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇതൊക്കെ തട്ടാനിപ്പോൾ വരും. രാജൻ എന്ന് പറഞ്ഞിട്ട് പുള്ളി എടുത്തുകൊണ്ട് ചോദിച്ചിട്ട് ചെയ്യാം. ഇത് ഡയമണ്ടിലെ ഓം ഡയമണ്ട്, സോ ബ്യൂട്ടിഫുൾ. ഇതെല്ലാം നല്ല ഭംഗി കേട്ടോ, വെരി നൈസ്. സ്വസ്തിക്ക്, ഡയമണ്ട് സ്വസ്തിക്ക്. എൻ്റെ മൂക്കിന്ന് ഇത് ഊരിക്കഴിഞ്ഞാലേ നോക്കാൻ പറ്റുള്ളൂ ഏത് ഇടണം. ഇപ്പം കിടക്കുന്നതിന് ഒരു ചേഞ്ച് വേണ്ടേ, ഒരു ചേഞ്ച് ആരാണ് ഇഷ്ടപ്പെടാത്തത്. ഓം ഇസ് ഗുഡ്, സ്വസ്തിക് ഇസ് ഗുഡ്. ഇതൊക്കെ ഭയങ്കര ഐശ്വര്യമാണ്. ഇത് നല്ലൊരു പാറ്റേൺ. ഇത് നോക്കിയാൽ ഫുൾ ഡയമണ്ട്. അല്ല, ഗോൾഡ് കാണില്ല, അത്രയും ഭംഗിയായിട്ട് ഡയമണ്ട് ഇങ്ങനെ തിളങ്ങും. വെരി നൈസ്. ഇത് കൊള്ളാം. പിന്നെന്താ, ദിസ് ഇസ് നൈസ്. ഓം ഇത് നല്ലതാ. ഇതിലേതെങ്കിലും നല്ല ഭംഗിയുള്ളൊരു, ഈ ഓമൊക്കെ എന്ത് ഭംഗിയാണ്. ഇതവിടെ ചോദിച്ചുകൊണ്ടിരുന്നത്, ഓം എവിടെ. ഇതെല്ലാം ഞാൻ സെപ്പറേറ്റ് ആയിട്ട് മാറ്റി വെക്കുകയാണ്, ജസ്റ്റ് ഒരു സന്തോഷത്തിന്. ഇതാണ് എനിക്ക് അന്ന് മൂക്ക് കുത്തി തന്നെ രാജൻ അല്ലേ, രാജൻ. ഇദ്ദേഹമാണ് ഇവിടുത്തെ മെയിനാണ്. വളരെ നന്നായിട്ട് തന്നെ ഹീലായി, ഒരു കുഴപ്പമില്ല. ഇപ്പോൾ 6 മാസം കഴിഞ്ഞില്ലേ, എത്ര നാളായി കാണും? 6 മുകളിലായെങ്കിലേ ഉള്ളൂ. ഞാൻ പിന്നെ തൊട്ടിട്ടില്ല കേട്ടോ. അപ്പോൾ ഇനി ഒന്ന് റീപ്ലേസ് ചെയ്താൽ കൊള്ളാമെന്നുണ്ട്, വേറൊരു പാറ്റേൺ. അപ്പോൾ സ്വന്തം എനിക്ക് ഊരാൻ പേടി. പുള്ളി എന്നെ ഊരിത്തരും. എന്നിട്ട് ഇതിലേതായിരിക്കും ഏറ്റവും നല്ലത്, ഇതിലേതെങ്കിലും ഒന്ന്. പിന്നെ ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കുന്ന ഒരു പാറ്റേൺ. പിന്നെ സ്വസ്തിക്കുണ്ട്. ഏതെങ്കിലും ഒരെണ്ണം നോക്കട്ടെ. ആദ്യം ഒരു റിങ് നോക്കട്ടെ. പതുക്കെ എടുക്കുന്നേ, എടുക്കുന്നു. കുത്തീനെ കാട്ടി വരുന്നതാണ് ഊരുമ്പോൾ. അയ്യോ, അതിനുശേഷം ക്ലീൻ ചെയ്യാം. അതിനുശേഷം ഇപ്പോഴാണ് ഞാനത് ഊരുന്നത്. മൂക്കുത്തി ഇല്ലാതെ എൻ്റെ കണ്ണാടി. ഓക്കെ, മൂക്കുത്തി ഇല്ലാതെ എന്നെ കണ്ടപ്പോൾ എനിക്ക് തന്നെ ഇഷ്ടമാവണില്ല. അല്ല, ഞാൻ തീരുമാനിച്ചില്ല ഏത് വേണം. എന്താ തോന്നുന്നു, അത് വലുതാണ് കുറച്ച്. അതാണ് കറക്റ്റ് നോക്കണം. അളവുണ്ടല്ലേ ഇതിന്. ഇത് വേറെ ലുക്കായി. ഇതൊരു റിംഗ് പാറ്റേൺ. ബെറ്റർ ഹെവിയാണ്. ഇത് കുറച്ചുകൂടെ സ്മോളർ വേർഷൻ. അതിങ്ങനെ കൊള്ളാമല്ലേ, ഇതെടുക്കാം. അപ്പോൾ ഇറ്റ്സ് നൈസ്. ഓക്കെ,
ഇതെടുക്കും. ഡയമണ്ടാണ് ഇത്, ഡയമണ്ട് തന്നെയാണ് സ്റ്റോൺസ്. തിളങ്ങുന്നുണ്ടോ? ശരിയാണ്, വെറും ഗോൾഡിനെക്കാട്ടിലും ഡയമണ്ടാണ്. അതെ സാർ. ആ ഓക്കെ, ഡയമണ്ടാണ്. മനസ്സിലായി. ഓക്കെ, ഇപ്പോൾ ചേഞ്ച് തോന്നുന്നില്ലേ? നേരത്തെ ഇട്ടുന്നതിൽ വ്യത്യാസം. ഇപ്പോൾ ചെവിയിൽ കിടക്കുന്നത് നൈസ്. അപ്പോൾ ഇത് ഫൈനലൈസ് ചെയ്യാം നമുക്ക്. ആ ഇതും കൊള്ളാം. സ്വസ്തിക് രണ്ടെണ്ണം എടുക്കാം അല്ലേ? ആ എന്തായാലും ഇവിടെ വന്നേ ഇടുള്ളൂ. ഇതിട്ടിട്ട് പോണ്ട, എനിക്ക് റിങ് ഇട്ടിട്ട് പോവാം. മൂക്കുത്തി ഇല്ലാത്ത ഞാൻ, പഴയ ഞാൻ. ഓക്കെ, ഇനി മൂക്കുത്തി ഉള്ള ഞാൻ തിരിച്ചു വരും. Nice. This is my new diamond ring. ഇത് റിങ് എന്ന് പറഞ്ഞാൽ പക്ക റിങ് തന്നെ, റിങ് ഷേപ്പ്. ഓക്കെ, നോസ് റിങ് ആണ്. ഓക്കെ, നൈസ്, താങ്ക് യു. ഇന്ന് ഉണ്ടായിരുന്ന ഭാഗ്യം കേട്ടോ. എന്തായാലും ഇന്ന് പുള്ളിക്കാരനെ കിട്ടിയത് തന്നെ ഒരു വലിയ ഭാഗ്യം. ഇവിടുത്തെ ഒഫീഷ്യലായിട്ട് ഇവിടെ വന്ന് തന്നെ ഇനി അടുത്ത മൂക്കുത്തി വീണ്ടും മാറണമെങ്കിൽ ഇവിടെ വരും. ഇത് നോക്കി ഇവിടുത്തെ ഡയമണ്ട് പെൻഡൻസ്, സോ നൈസ്, ബ്യൂട്ടിഫുൾ. ഒക്കെ ഡയമണ്ട് പെൻഡൻസ്. അപ്പോൾ ഇത് മാലയിൽ ഇടുന്നതാണ് കേട്ടോ. പിന്നെ ഇതിന് പറയുന്നത് മാലയിൽ അറ്റാച്ച് ചെയ്യുന്നൊരു സംഭവമാണ് മോപ്പ് അല്ലേ, മൊഹപ്പ് എന്താ പറയുക, ഭയങ്കര ചിലവരി. ഓക്കെ ഓക്കെ ഓക്കെ, തിരുപ്പതി. ഇത് നോക്കി, ഇതാണ് മുഹപ്പ്. അതായത് മാലയിൽ നമ്മൾ ചെയിൻസിൽ അറ്റാച്ച് ചെയ്യുന്നത്. അപ്പോൾ കഴുത്തിലിടുമ്പോൾ ഈ ഇത്രയും പോർഷനിലിങ്ങനെ നമ്മുടെ ആ ബ്ലൗസിൻ്റെ സൈഡിലായിട്ട് ഇങ്ങനെ വിസിബിൾ ആയിരിക്കും. ഇതിങ്ങനെ, അത് ഡയമണ്ടിലുള്ളതാണ് ആൻഡ് പ്രഷ്യസ് സ്റ്റോൺസ്. തിരുപ്പതി ഭഗവാന്റെ പെൻഡൻറ്റ്. വാവ്, നൈസ്. ഒക്കെ ഡയമണ്ട് കേട്ടോ. നൈസ് നൈസ്. അപ്പോൾ പുതിയ മൂക്കുത്തിയായിട്ട് ഇറങ്ങിയിട്ട് ഇനി തിരിച്ച് വീട്ടിലേക്ക്. അങ്ങനെ തയ്യാറെടുപ്പുകൾ പലതാണ് കേട്ടോ പോകുന്നതിന് മുമ്പ്. ഭീമയുടെ നേരെ ഓപ്പോസിറ്റ് എത്ര ഗോൾഡ് ഷോപ്സ് നോക്കി. ഒന്ന് പോത്തീസിൻ്റെ സ്വർണ്ണമഹൽ, ഇപ്പുറത്ത് നോക്കുമ്പോൾ കല്യാൺ ജുവലേഴ്സ്. റോഡ് രാത്രിയായി സജീവമാണ്, തിരക്കാണ്. പക്ഷെ നല്ല രസമുണ്ട്. ലൈറ്റ്സൊക്കെ വന്നു കഴിയുമ്പോൾ നല്ല രസമാണ് നൈറ്റ് വ്യൂ. ഞാൻ എൻ്റെ കാറിന് വേണ്ടി വെയിറ്റിംഗ്. ഇപ്പോൾ വരും. ഇപ്പോൾ പാക്കിംഗ് സെഷനാണ് നടക്കുന്നത്. ദുബായിക്ക് വേണ്ടിയിട്ടുള്ള പാക്കിംഗ്. പുടുവിനെ പാക്ക് ചെയ്ത് കൊണ്ടു. ഹലോ. ഓ നോ. Pudu and Abhi Karangals. Ringa roses. Pudu. Ringa roses. Pocket full of roses. വിഷ്ണുവിനുള്ള 2 വൈറ്റ് ഷർട്ട് ഇവിടെ നിന്ന് വാങ്ങിയിട്ട് പോകുന്നുണ്ട്. അത് ബോക്സിൽ നിന്ന് മാറ്റി. അത് പറഞ്ഞിരുന്നു വൈറ്റ് വേണം എന്ന്. എനിക്കൊരു ഓഫീസ് വെയർ ആയിരിക്കും അല്ലേ വിഷ്ണു ഉദ്ദേശിക്കുന്നത്? യെസ്, യൂണിവേഴ്സിറ്റി പോകുമ്പോൾ ഇടുന്ന ഡ്രസ്സ് വൈറ്റാണ് കൂടുതലും ഷർട്ട്. അനുവിൻ്റെ സെപ്പറേറ്റ് ഇതിലാണ് എല്ലാം കൊണ്ടുപോകുന്നത്. അതിന് ദാറ്റ് ഈസ് ആക്സസറീസ് എല്ലാം കൂടി. അതിനകത്ത് എന്തൊക്കെ വയ്ക്കാം? ബേബിക്കുള്ള ഹെയർ ബാൻഡ്സും എല്ലാം അതും എല്ലാം ഇതിനകത്ത് തന്നെ വെക്കുന്നു. ഓക്കെ, ബേബി ബാഗിലാണോ വയ്ക്കുന്നത്? ആ, അപ്പോൾ അതിന് വേറൊരു പൗച്ചുണ്ടോ ഇതുപോലെ? ഇതാണ് ബേബി പൗച്ചോ? ബേബി പൗച്ച്. ഓക്കെ, ബേബിയുടെ പൗച്ച്. യെസ്, എല്ലാം ഒരു നല്ല കളക്ഷൻ ഉണ്ട്. പുടുവിനും ഉണ്ട്. ഓൾ ഓർഗനൈസ്ഡ്. ഓ എൻ്റെ പൊന്നു, ഇത്രയും ഹെയർ ബാൻഡ്സോ? എൻ്റെ ദൈവമേ, കണ്ടല്ലോ എല്ലാം പുടൂസ് കളക്ഷൻ. പുടുമോളെ നോക്കട്ടെ മക്കളെ, സോ മെനി തിങ്സ്. ഇവിടെയൊക്കെ പുറത്ത് പോയിട്ട് എത്തിയതേ ഉള്ളൂ. ലാസ്റ്റ് മിനിറ്റ് പർച്ചേസ് കാര്യങ്ങളൊക്കെ ആയിട്ട് വെസ്റ്റ് സൈഡിലൊക്കെ പോയിട്ട് പ്രത്യേകിച്ച് രാത്രിയാണ് പാക്കിംഗ് നടക്കുന്നത്.
ഓക്കെ, ഇന്നേ നമ്മൾ പാക്ക് ചെയ്യണം, നാളെ രാത്രിയാണ് പോകുന്നത്. ലിപ്സ്റ്റിക്സ് മാത്രം, ഇനി വേറൊരു സെറ്റ് വരുന്നുണ്ട്. അതിന് ഇതൊക്കെ കുറച്ച് കൂടുതൽ വേണം കൊണ്ടുപോകാനായിട്ട്. കോസ്മെറ്റിക്സ് ആൻഡ് അതൊക്കെ പക്ഷെ കൊണ്ടുപോകും ഒരു കോൺഫിഡൻസിന് വേണ്ടി, വെറുതെ ഇഷ്ടമാണ് കൂടെ ഉള്ളതൊരു സമാധാനം, അത്രേ ഉള്ളൂ, ഒരു സന്തോഷം, ചുമ്മാ ഒരു ദിവസം അത്ര തന്നെ. ഓക്കെ, ഹായ് പറയൂ. You are going to Dubai. എവിടെ പോണു? Hi. Dubai. Dubai. എങ്ങനെ പറയാ? Dubai. Say Dubai. പാപ്പയെ കാണാൻ എവിടെ പോണു? അബി അല്ല മോനെ. ഒരു ഫ്ലൈങ് കിസ്. ദുബായ് പറയ് മോനെ. Say Dubai. Dubai പറയ്, Dubai പറയ്, Dubai പറയ്. Dubai. Yes. പറഞ്ഞ് പഠിപ്പിച്ചോണ്ടിരിക്കുകയാണ്. ദുബായ് പോണു പാപ്പയെ കാണാൻ, പാപ്പയെ കാണാൻ ദുബായ്. ഞാൻ ഒരു റൗണ്ട് നമ്മുടെ ഫെയറിൽ പോയി കഴിഞ്ഞു, ഇന്ന് അനുവും പോയി കഴിഞ്ഞു, നമ്മളെല്ലാം പോയി. ഞാൻ ഹെയർ കളേഴ്സൊക്കെ ചെയ്തു, കളറിങ്ങും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ചെയ്തു. ഇനി നാളെ ഞാൻ വീണ്ടും പോകുന്നുണ്ട്, ഹെയർ ഒന്നുകൂടെ ഒന്ന് വാഷ് ചെയ്ത് സെറ്റ് ചെയ്യും പോകുന്നതിന് ദിവസം. അത് മാത്രമേ ഉള്ളൂ. പിന്നെ ഇന്ന് അനുവിൻ്റെ പെട്ടി എടുക്കൽ കഴിഞ്ഞിട്ടാണ് ഇനി എൻ്റെ പെട്ടി എടുക്കൽ. അപ്പോൾ നമ്മൾ പോകുന്നതിന് മുമ്പുള്ള തയ്യാറെടുപ്പുകൾ എന്ന് പറയുമ്പോൾ അതിൽ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ട് കുറേ കാര്യമുണ്ട്. നമ്മളിപ്പോൾ ക്രിസ്മസ് സീരീസ് എടുത്തതും ടെറസ് കിച്ചണിലാണ്. അപ്പോൾ അവിടെ കംപ്ലീറ്റ് ക്ലിയർ ചെയ്ത് പാത്രങ്ങളെല്ലാം കഴുകി എല്ലാം വെച്ചിട്ടുണ്ട്. ആൻഡ് പ്ലസ് ഫ്രിഡ്ജ് കംപ്ലീറ്റ് എംപ്റ്റി ചെയ്തു. ഇനി അത് തുറന്നിടാനായിട്ട് സ്വിച്ച് ഓഫ് ചെയ്തിട്ട് തുറന്നിടുന്നു. ഓക്കെ, ഓപ്പൺ ആക്കി ഇട്ടാൽ മതി. മെയിൻ സ്വിച്ച് ഓഫ് ചെയ്തു. ഇനി ഇത് ഓപ്പൺ ആയിട്ടിട്ടാൽ മതി. ഞാൻ 2 നാരങ്ങ മാത്രം എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു മണം കിട്ടാനായിട്ട്. ഓപ്പൺ ചെയ്ത് ഇനി വേറെ ഒന്നുമില്ല. അപ്പോൾ ഇവിടെ എല്ലാം സേഫാണ്. അല്ലെങ്കിൽ തിരിച്ചു വരുമ്പോൾ ഇവിടെ കുളമായിരിക്കും. സോ ഇറ്റ്. അപ്പോൾ ഞാൻ ഇനി എൻ്റെ ഹെയറൊക്കെ സെറ്റ് ചെയ്യാനായിട്ട് പോകുന്നേ ഉള്ളൂ ഫെയറിലേക്ക്. അതെല്ലാം ഇതിൻ്റെ കൂടെ. പിന്നെ കുറേ തുണി ഉണ്ടായിരുന്നു നനച്ചത്, അതെല്ലാം ടെറസിൽ നിന്ന് എടുത്തു. ഇതൊക്കെ താഴേക്ക് കൊണ്ടുപോകണം. ഓക്കെ, താഴെ കൊണ്ടുപോയി മടക്കിയെല്ലാം വയ്ക്കാനുള്ളൂ. അപ്പോൾ ഇവിടുത്തെ ഒതുക്കങ്ങളൊക്കെ ഏകദേശമായി. ബാഗെല്ലാം ഓൾമോസ്റ്റ് പാക്ക്. 2 ദിവസം കൊണ്ട് ബാഗ് പാക്കിങ്ങാണ്. കിട്ടുന്ന സമയത്ത് ഞങ്ങൾ മാറി ചെയ്യുന്നു. പിന്നെ ഞാൻ ഹെയറിൻ്റെ ആവശ്യത്തിന് ഓൾറെഡി ഞാൻ പോയി. ഇനിയിപ്പോൾ ഇന്ന് ലാസ്റ്റ് മിനിറ്റ് ഒന്ന് വാഷ് ചെയ്ത് സെറ്റ് ചെയ്യാം. ഓക്കെ, കളറിങ്ങിൻ്റെ പാർട്ടൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഫെയറിലേക്ക് പോകണു. അത് കഴിഞ്ഞ് തിരിച്ച് വന്നിട്ട് അനുക്കുട്ടിയുടെ ബൊട്ടീക്കിലൊന്ന് കയറണം. അവിടെ ഒരു സാധനം തയ്ക്കാൻ കൊടുത്തിട്ടുണ്ട്, അവിടെ അത് മേടിക്കണം. അനു ബൊട്ടീക്കിലേക്ക് പോയി, കുടുംബങ്ങൾ കൂടെ പോയിട്ടുണ്ട്. ഓക്കെ, ഇതൊക്കെയാണ് പ്ലാൻ. അത് കഴിഞ്ഞിട്ട് അമ്മൂമ്മയുടെ വീട്ടിൽ, അതായത് എൻ്റെ മദറിലൂടെ അമ്മയുടെ അവിടെയും കൂടി ഒന്ന് പോകണം. അങ്ങനത്തെ കാര്യങ്ങൾ. ഓക്കെ, ദാറ്റ്സ് നൈസ്. കൊള്ളാല്ലേ? അതുകൊള്ളാം. ഇവിടെ ഒരു ക്രിസ്മസ് വന്നു കഴിഞ്ഞു അല്ലേ നിങ്ങളുടെ ഇവിടെ? രാത്രി വന്ന ഫുൾ ലൈറ്റ്സ് ആണ് അല്ലേ? ഓ, വെരി ഗുഡ്, നൈസ്. ഇത് കണ്ടാ സെറ്റ് ചെയ്യേണ്ട ആവശ്യമില്ലാന്ന് തോന്നുന്നു. ഇന്നലെ വാഷ് ചെയ്തല്ലേ? പക്ഷെ എങ്കിലും കേൾസ് ഇടാം. ഇതാണ് തസ്ലിം. ഇപ്പോൾ തസ്ലിമാണ് കൂടുതലായിട്ട് എനിക്ക് ഹെയറെല്ലാം സെറ്റ് ചെയ്യുന്നതും എല്ലാം. നമ്മുടെ രാജിപ്പോൾ ഇവിടെ ഇല്ല, ഇപ്പം പകരം തസ്ലിം ആണ്. തസ്ലിം ഭയങ്കര മിടുക്കനാണ്. ഇപ്പോൾ ഫുൾ കേൾസൊക്കെ ഇട്ട് അടിപൊളിയാക്കി തരും. ഓക്കെ, പിന്നെ വാഷിംഗ് ആൻഡ് സെറ്റിംഗ് ദാറ്റ്സ് ഓൾ. യാ, ഓക്കെ, ഫൈൻ. ആദ്യം ഒരു ടവൽ ഡ്രൈ, അത് കഴിഞ്ഞിട്ട് ഹെയർ ഡ്രയർ ഉപയോഗിക്കും.
सेम हो गया ना ഓൾമോസ്റ്റ് ഓക്കെ. ഓക്കെ, അങ്ങനെ ഹെയർ ഒക്കെ സെറ്റ് ചെയ്തു. അപ്പോൾ ഇത് ഫൈനൽ സെറ്റിങ്. ഇനിയിപ്പോൾ ഇന്ന് രാത്രി ഏർലി മോർണിംഗ് ആണല്ലോ നാളെ. ഈ മുടിയെല്ലാം ഇങ്ങനെ കെട്ടി വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ തന്നെ ഇരിക്കും. ഇങ്ങനെ ആ സമയമാകുമ്പോൾ ഇങ്ങനെ ലൂസാക്കിയാൽ മതി. ഇങ്ങനെ 1-2 ദിവസം അവിടെ ചെന്നാൽ കുറച്ചിങ്ങനെ കേൾസ് ഇങ്ങനെ ആയിട്ട് കിടക്കും, വേവി ആയിട്ട്. സ്ട്രെയിറ്റ് ലുക്ക് എപ്പോഴും വേണ്ടല്ലോ, മാറി മാറി ചെയ്യാം. എന്തായാലും പെട്ടിയെടുക്കൽ പല പല കാര്യങ്ങൾ കഴിഞ്ഞു. ഇതങ്ങനെ ഓരോ സ്റ്റേജസ്സാണ്, നമ്മളൊരു യാത്ര പോവുമല്ലേ. ഓക്കെ, ഇനി ബാക്കി വിശേഷങ്ങളും കൂടി ഷെയർ ചെയ്യാം. അപ്പോൾ നമ്മൾ ഫെയർ സലൂണിൽ നിന്ന് ഇറങ്ങുന്നു. ഇത് നോക്കി എന്ത് ബ്യൂട്ടിഫുള്ളാന്ന് നോക്കി. ഇവിടെ ഇതിപ്പോൾ ഞാൻ 2nd ഫ്ലോർ. ഇവിടെ നിന്ന് നോക്കുമ്പോൾ കംപ്ലീറ്റ് ഇവിടെ വന്ന ആൾക്കാരുടെ കാറൊക്കെ കിടക്കുന്നു. അയ്യോ, നമ്മുടെ കാറ് താഴെ എത്തിക്കഴിഞ്ഞു. ഓക്കെ, പാർക്കിംഗ് സ്ഥലത്തുനിന്ന് രാത്രി ആകുമ്പോൾ ഇപ്പോൾ ക്രിസ്മസ് ടൈം ആയതുകൊണ്ട് ഫുൾ ലൈറ്റ്സൊക്കെ ഇടും. പക്ഷെ നമ്മളിപ്പോൾ രാത്രി അല്ല, നേരത്തെ പോവാണ് ഞാൻ. സച്ച് എ ബ്യൂട്ടിഫുൾ സീനറി. അടിപൊളിയാണ് കേട്ടോ. പൂക്കളും ഒക്കെ, പിങ്ക് പൂവൊക്കെ എന്ത് ഭംഗി നോക്ക്. എടുത്തു അല്ലേ പൂക്കളൊക്കെ. സോ ദാറ്റ് പിങ്ക് ഫ്ലവർ, ഇറ്റ്സ് നൈസ്. ഇതിപ്പോൾ ഞാൻ വെളിയിലോട്ട് ഇറങ്ങി നിൽക്കുകയാണ്, ഈ വരാന്ത ഏരിയയിൽ. ഓപ്പൺ സ്പേസസ് ഈ ബിൽഡിങ്ങിൽ ഒരുപാടുണ്ട്. നമ്മളിങ്ങനെ നടക്കാനായിട്ട് ഫ്രണ്ടിലും താഴെയൊക്കെ ബെഞ്ചസൊക്കെ ഇട്ടിട്ടുണ്ട്. നല്ല രസമാണ് കേട്ടോ. ഇത് നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഇവിടെ വരുന്നത്. അടിപൊളിയാണ്, നൈസ്. അപ്പോൾ ലിഫ്റ്റ് കയറിയപ്പോൾ കാർ ഇസ് വെയിറ്റിംഗ്. ഓക്കെ. ഇപ്പോൾ സന്ധ്യയായി തുടങ്ങി, ലൈറ്റ്സൊക്കെ ഓൺ ആയി കഴിഞ്ഞു. അയ്യോ, ഒരു ക്രിസ്മസ് ഫീല് വന്നിട്ടുണ്ട് ഇവിടെ. നൈസ്. ഓക്കെ, നമ്മൾ ഫെയറിൽ നിന്ന് തിരിച്ചെത്തി. ഇപ്പോൾ അനുക്കുട്ടിയുടെ ബൊട്ടീക്കിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുന്നു. ഞാൻ ഇവിടെ ഒരു കഫ്താൻ സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട് അനുവിൻ്റെ അടുത്ത്. അനു ഡിസൈൻ ചെയ്തൊരു സംഭവമുണ്ട്, നല്ല ഒരു ബ്യൂട്ടിഫുൾ ഒരു ഗ്രീൻ കളറിലെ കഫ്താൻ. അതും കൂടി കൊണ്ടുപോവാണ് ഇപ്രാവശ്യം ദുബായിക്ക് പോകുമ്പോൾ. പോവാം. ഇത് അപ്സ്റ്റേഴ്സിലാണ്, ഭഗവതി ലോട്ടറീസിൻ്റെ നേരെ ഓപ്പോസിറ്റ്. ഇവിടെ പുടുമോൾ ഇവിടെ ഉണ്ട് ഇപ്പോൾ ബൊട്ടീക്കിൽ. ഓക്കെ, ലേബൽ അനുരാധയുടെ അകത്തേക്ക് കയറുന്നു. ഇവിടെ നിന്ന റോഡ് കംപ്ലീറ്റ് കാണാൻ നല്ല രസമുണ്ട്. ഹലോ പുടു, ഹായ് അനുക്കുട്ടിയാൻ പുടുമോളെ. അമ്മമ്മെത്തി. അവിടെ ആരാ? ഓ, പുടു എല്ലാം കാണിക്കാനായിട്ട് ഉത്സാഹിച്ച്. അതാരാ? ഓ, വാവ് ബേബി. ഓ, ഇതൊക്കെ ആരാ? എല്ലാ കുടുംബങ്ങളുടെ ഫ്രണ്ട്സാണ് ഇപ്പോൾ. യെസ്, അമ്മമ്മ കണ്ടു എല്ലാവരെയും. ഓ, കണ്ടു. ഓ, ഇനി ഇവിടെ ഇരിക്കാം അല്ലേ? സെറ്റ്. ഓ, അവൻ കയ്യിലൊക്കെ പിടിച്ചെല്ലാം കാണിച്ചു തരാണ് എനിക്ക്. അനുക്കുട്ടിയുടെ ആഭരണം കളക്ഷൻസിൻ്റെ ഡിസ്പ്ലേ. വാവ്, ക്രിസ്മസിൻ്റെ. വാവ്, അനുക്കുട്ടി ക്രിസ്മസിന് വേണ്ടി ഡിസൈൻ ചെയ്ത ഡ്രസ്സ്. ഓ, അയ്യോ മോനെ, ബോട്ടിൽ ഗ്രീൻ. അത് നല്ല ഭംഗിയുണ്ട് കേട്ടോ. ക്രിസ്മസ് സ്പെഷ്യലാട്ടോ. ഹായ്, നൈസ് നൈസ്. ഇതാണ് ഇവിടുത്തെ ആഭരണം കളക്ഷൻസ്. ആഭരണം ഭയങ്കര അടിപൊളി, ഇഷ്ടംപോലെ ഉണ്ട് കളക്ഷൻസ്. എല്ലാം ഓൺലൈൻ വാങ്ങിക്കാം, അല്ലെങ്കിൽ ഇവിടെ വന്നാലും വാങ്ങിക്കാം. ഹാൻഡ് പിക്ഡ്. യെസ്, നോക്കൂ മോനെ, കൂടുതൽ ഇഷ്ടമായോ? യു ലൈക്ക് ഇറ്റ്? ആ, അയ്യോ, ഓ, വലിയ ഇവിടുത്തെ ആളായിട്ട് വന്ന് എന്നെ ഒന്ന് കാണിച്ചു തരാണല്ലോ. അതെ അതെ. വാവ്. ഓക്കെ, ഇത് അനുവിൻ്റെ ഇവിടുത്തെ സപ്പോർട്ടിങ് ടീമാണ്. ഓ ഓ, ലോക്ക്. വാവ്, ലോക്ക്. ഇവർ രണ്ടുപേരും ഡിസൈനേഴ്സ് ആണ് ഇപ്പൊ. അപ്പൊ ഷോപ്പിൽ വരുവാണെങ്കിൽ ഇവര് നിങ്ങൾക്ക് നിങ്ങളുടെ റിക്വയർമെന്റ്സ് അനുസരിച്ച് ഡിസൈൻ ചെയ്ത് തരുന്നതായിരിക്കും. പിന്നെ ഞാനും ഉണ്ടാവും. അനു ഇല്ല എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല, ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവർ രണ്ടാളുണ്ട്. പിന്നെ അനു രണ്ടാമത് ഫൈനലായിട്ട് നോക്കും അതെല്ലാം.
ഓ സ്റ്റിച്ചിങ് എല്ലാം അവിടെ തകർത്ത് നടക്കുന്നു തോന്നുന്നു. ഇപ്പൊ എന്തായാലും പുതിയ ഹാൻഡ് എംബ്രോയിഡറി കൂടാണ്ട് മറ്റേ മെഷീൻ എംബ്രോയിഡറി കൂടെ. വാവ് നൈസ്. വൈറ്റില് ഇത് നമ്മളിപ്പോ ചെയ്തൊരു മോട്ടിഫാണ്. ഇനി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. കൂടും അമ്മേനെയും കൊണ്ടുപോയി. ഓക്കെ, അപ്പോൾ ഇത് ആക്ച്വലി പറഞ്ഞാൽ ഇതൊരു ഓർഗാൻസ സാരിയാണ്. ഇതിൽ ആക്ച്വലി മെഷീൻ എംബ്രോയിഡറി ആണ് കേട്ടോ ചെയ്തിരിക്കുന്നത്. നമ്മുടെ ഇവിടെ ഇപ്പോൾ മെഷീൻ എംബ്രോയിഡറി അവൈലബിൾ ആണ്. ഹാൻഡ് എംബ്രോയിഡറി ഉണ്ട്, മെഷീൻ എംബ്രോയിഡറി ഉണ്ട്. അപ്പോൾ ഇത് ആക്ച്വലി നമ്മളിവിടെ ചെയ്തെടുത്ത ഒരു മോട്ടിഫാണ്. അതേ നോക്കിക്കോളൂ, ഒരു ലീഫിൻ്റെ ഡീറ്റെയിലിംഗ് ആണ് ഇതിൽ വരുന്നത്. കംപ്ലീറ്റ് ആയിട്ട് സ്കാലപ്പും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് വെച്ച് കാണിക്കാം അല്ലേ, വെച്ച് കാണിച്ചാലേ അതറിയാൻ പറ്റുള്ളൂ. അതായത് ടോപ്പ് പോർഷനിൽ ആ എംബ്രോയിഡറി വരുന്നില്ല. താഴത്തെ പോർഷൻ കംപ്ലീറ്റ് ആയിട്ട് ദേ ഇതുപോലെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സാരിയാണ്. നമുക്ക് കണ്ടില്ലേ, ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സാരിയാണ്. നല്ല സട്ടിലായിട്ടിരിക്കുന്നൊരു സാരിയാണ്. അല്ലേ? പിന്നെ ബ്യൂട്ടിഫുൾ സാരി അല്ലേ? അമ്മ വെച്ച് നോക്കും. ഇത് ബ്ലൗസും ഇത് തന്നെയാണ് വരുന്നത് കേട്ടോ. ബ്ലൗസും വൈറ്റ് ഓർഗാൻസയിൽ സ്ലീവിൻ്റെ 2 പോർഷനിൽ ഈ ഒരു എംബ്രോയിഡറി വരുന്നുണ്ട്. സ്ലീവിൻ്റെ 2 വശത്ത്. ഇതും ക്രിസ്മസ് സ്പെഷ്യൽ തന്നെയാണ്. നൈസ്. ഇതാണ് അല്ലേ? ഇത് മെഷീൻ ചെയ്താണ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഡിസൈൻ വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ മെഷീൻ. ഇത് നമ്മൾ ചെയ്തു വെച്ചിരിക്കുന്ന സാരി ഒരു സാമ്പിൾ ആണത് ശരിക്കും പറഞ്ഞാൽ അല്ലേ? സാമ്പിൾ ഓർഡറിന്റെ ബേസിസിലായിരിക്കും ചെയ്യാം. വേറൊരു സാരി ഇത് മെഷീനും ഹാൻഡും ഉണ്ട്, രണ്ടും കൂടി ഉള്ളത്. ഓക്കെ, ഇതൊക്കെ എത്ര പൈസ വരും? ഇതൊക്കെ ഏതാണ്ട് 5,000. ഓക്കെ, 5,500. ഇത് നല്ല ഭംഗിയുണ്ട് കേട്ടോ. വെരി നൈസ്. ഫാബ്രിക് ഓർഗൻസ. സോ നിങ്ങൾക്ക് എന്തെങ്കിലും ഫാബ്രിക് ഉണ്ടെങ്കിൽ അതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പെർട്ടിക്കുലർ ഡിസൈൻ വേണമെങ്കിൽ അതും ഇവിടെ കൊണ്ടുവന്ന് പറഞ്ഞാൽ ചെയ്യും. ഓക്കെ, അല്ലെങ്കിൽ നമുക്കിങ്ങനെ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെട്ട കളേഴ്സ് പറയുക, ഏത് മെറ്റീരിയൽ വേണമെന്ന് പറയുക അല്ലേ, അതിൽ ഏത് ടൈപ്പ് ചെയ്തു തരും. ഇത് നമ്മളൊരു കസ്റ്റമറിന്റെ റിക്വയർമെന്റ് അനുസരിച്ച് ചെയ്തതാ. ഇത് 7,500 rupees ആണ് ഈ സാരി. ഇത് എന്ത് മെറ്റീരിയൽ? വെൽവെറ്റ് ഓർഗാൻസ. ഇപ്പോഴത്തെ ഭയങ്കര ട്രെൻഡിങ് ആണ് ഫാബ്രിക് ആണ് വെൽവെറ്റ് ഓർഗാൻസ. അതിന്റെ ഒരു സാരി. ഇത് മെഷീൻ എംബ്രോയിഡറി ഉണ്ട്, ഹാൻഡ് എംബ്രോയിഡറി. മനസ്സിലായി. ഓക്കെ, രണ്ടും കൂടിയുള്ള മിക്സ് ആണ് അല്ലേ? ഞാൻ ഇവിടെ ഒരു കണ്ണാടി ഉണ്ട്, അതാണ് നോക്കുന്നത്. നൈസ്. ഈ വെൽവെറ്റ് ഓർഗാൻസയിൽ തന്നെ ഇത് വെൽവെറ്റ് ഓർഗൻസ ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ്. ഇതെല്ലാം നമ്മുടെ ഓൺ പ്രൊഡക്ഷൻ ആണ്. ഇതൊന്നും മേടിച്ചതല്ല. ഓക്കെ, സോ ഇവിടെ ഉണ്ടാക്കിയ ഹാൻഡ് മെയ്ഡ്. യെസ്, ഇത് നല്ല കളർ. ഓക്കെ, ഇതിൽ മെഷീൻ എംബ്രോയിഡറി ഏതാണ് വരുന്നത്? ഇത് ഗോൾഡൻ കളറിൽ ഇരിക്കുന്നില്ലേ, ഇതെല്ലാം മെഷീൻ എംബ്രോയിഡറി ആണ്. ഇതിന്റെ അകത്ത് കട്ട് ബീഡ് വെച്ചിരിക്കുന്ന എല്ലാം ഹാൻഡ് വർക്ക്. ഓക്കെ, അപ്പോൾ ഹാൻഡ് എംബ്രോയിഡറി ആൻഡ് മെഷീൻ രണ്ടിനും കൂടെ ഒരു ബ്ലെൻഡാണിത്. ഇത് സെയിം മെറ്റീരിയൽ അല്ലേ? വെൽവെറ്റ് ഓർഗൻസ. വെൽവെറ്റ് ഓർഗൻസയുടെ ഗുണം എന്ന് പറഞ്ഞാൽ ഫ്ലോ ആയിട്ട് കിടക്കുകയും ചെയ്യും. ഒരു ചെറിയൊരു എന്താ പറയുക, ഒരു ഗ്രാൻഡ് ആയിട്ടുള്ളൊരു ലുക്കും ഉണ്ട്. കുറച്ചൊരു ഗ്ലേസിങ് ആക്കിയിട്ട്. യെസ്, ഇത് കോട്ട. ഓക്കെ, ഇത് സെമി കോട്ടയിൽ മെഷീൻ എംബ്രോയിഡറി ചെയ്തിരിക്കുന്ന. ഓക്കെ, ഇത് മെഷീൻ എംബ്രോയിഡറി ആണ് അല്ലേ? ഫുള്ള് ഫ്ലോറൽ. ഓ, ഒരു ബൊക്കെ പോലെ അല്ലേ? ഫ്ലോറൽ തീം. സെമി കോട്ട. നൈസ്. കുഴപ്പമില്ല, സെയിം കളർ. പിങ്കിൽ എന്താ ഫ്ലവർ? നോക്കട്ടെ. ഗ്രീൻ ആൻഡ് പിങ്ക് അല്ലേ? അവിടെ എടുത്ത് വെച്ചിരിക്കുന്നുണ്ട്. അല്ല, ഓക്കെ. ഇത് റെഡും വൈറ്റും ഫ്ലവർ. ഓക്കെ. ഓ നോ, give me. Nice. നോക്കൂ മോനെ. നൈസ്. നൈസ്. ഓ, പിങ്ക് ഇസ് വെരി ബ്യൂട്ടിഫുൾ. നോക്കൂ. മൂക്ക് വേണോ? അയ്യോ ബേബി. മോള് വെച്ചു കേട്ടോ. നൈസ്. വാവ്, ഇഷ്ടായോ മോഡല്? അമ്മി വെക്കാൻ. ഓ, അതാണ് അമ്മിക്ക്. അമ്മിക്ക്. ഓക്കെ, അമ്മിക്ക്. ഓക്കെ, അവൻ്റെ സന്തോഷം നോക്കാം. അമ്മി ശരി. ഓക്കെ, ശരി. ഓക്കെ. സോ ഇതൊക്കെയാണ് ഇവിടുത്തെ പുതിയ വിശേഷങ്ങൾ. മെഷീൻ എംബ്രോയിഡറിയിൽ ഇപ്പോൾ സാരീസ് ഇഷ്ടംപോലെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആൻഡ് നമ്മൾ കുർത്തീസിലും ഒക്കെ മെഷീൻ ആണ് ചെയ്യുന്നുണ്ട്. ഓക്കെ,
അപ്പോൾ ബ്ലൗസസും ഇങ്ങനെ എംബ്രോയിഡറി ചെയ്ത് ഹാൻഡ് എംബ്രോയിഡറി ഒക്കെ നന്നായിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വെഡിങ്ങിനും എല്ലാം ചെയ്ത് കൊടുക്കും. വെഡിങ് കോസ്റ്റ്യൂംസും ഒക്കെ ചെയ്യുന്നുണ്ട്. ബ്ലൗസും ലെഹങ്ക ദാവണി എല്ലാം ചെയ്യുന്നുണ്ട്. ഇപ്പൊ ആക്ച്വലി നമ്മളൊരു ലെഹങ്ക ചെയ്തുകൊണ്ടിരിക്കുക, മെഷീൻ എംബ്രോയിഡറി നടന്നുകൊണ്ടിരിക്കുകയാണ്. ബോർഡേഴ്സ് എല്ലാം ചെയ്തിട്ട്. ഓക്കെ, ഇത് ആക്ച്വലി ക്രേപ്പ് സിൽക്ക് ആണ് അമ്മ. ലെഹങ്ക ചെയ്യണോ? ലെഹങ്ക ആദ്യം ബോർഡർ ചെയ്യുക. ഇത് നമ്മൾ ബോർഡർ മേടിച്ചൊട്ടിക്കുന്നില്ല. ഓ, ചെയ്യുന്നതാണ്. ഓക്കെ ബോർഡർ ചെയ്തിട്ട് ഇത്ര വലിയൊരു ബോർഡറാണ് ചെയ്യുന്നത്. ആദ്യം ബോർഡർ ചെയ്തിട്ട് നമ്മൾ ഇതില് ഹാൻഡ് എംബ്രോയിഡറി ചെയ്യും. ഓ, ശരി ശരി ശരി. എല്ലാ കട്ട് ബീഡ്സും സർക്കോസും എല്ലാം അത് കഴിഞ്ഞിട്ട് അപ്പൊ ഇതിന്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഓക്കെ, മനസ്സിലായി. ഇങ്ങനെ ഓർഡേഴ്സ് അനുസരിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിപ്പോൾ ഹാൻഡ് എംബ്രോയിഡറി നടക്കുകയാണ്. മെഷീൻ എംബ്രോയിഡറി കഴിഞ്ഞിട്ട് ഹാൻഡ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കണം അല്ലേ? ഇതൊരു സാരിയാണ്. ഇതൊരു ബ്ലൂ, ഇലക്ട്രിക് ബ്ലൂ ആണ്. അതെ, ആ സൈഡ് കാണുമ്പോൾ അറിയാലോ. ഇലക്ട്രിക് ബ്ലൂ. സിൽവർ കളർ വർക്ക് ആണ്. ദിസ് ഈസ് അഗെയിൻ മെറ്റീരിയൽ വെൽവെറ്റ് ഓർഗാൻസ. യെസ്, ഓർഗാൻസ വർക്ക്. അതിൽ സിൽവറാണ്. അത് നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇതാണ് അമ്മയുടെ ഞാൻ ഇത് വാങ്ങിക്കാനും കൂടിയാണ് ഇങ്ങോട്ട് വന്നത്. യെസ്, ഇട്ട് കാണിക്കാം. ദിസ് ഇസ് ദി നമ്മൾ ദുബായിൽ പോവാണെന്ന് രാത്രി പോവാണ്. എനിക്ക് ഒരുപാട് വർക്ക് ഇവിടെ അനുവിന്റെ വർക്ക് കുറെ വൈൻഡപ്പ് ചെയ്യണം. പിന്നെ എന്റെ കുറെ യെസ് മോളെ അമ്മാമേ നോക്കൂ. വാവ്, നൈസ്. ഇഷ്ടമായോ? മോക്ക് വേണോ? അയ്യോ, അവന്റെ ഡ്രസ്സും കൂടെ മാറ്റിക്കൊടുക്കും. ബ്യൂട്ടിഫുൾ ഗ്രീൻ. ഇതും വെൽവെറ്റ് ഓർഗൻസാണ്. അതിൽ ഹാൻഡ് വർക്ക്, ഹാൻഡ് എംബ്രോയിഡറി, മുഗൾ മോട്ടീഫ്. യെസ്, ഇറ്റ്സ് വെരി നൈസ്, ബ്യൂട്ടിഫുൾ. ഇത് ദുബായ് വീഡിയോസിൽ കാണാം. ഇതിട്ടുകൊണ്ട് കറിയാണ്. അപ്പോൾ ഇതും കൂടെ കൊണ്ടുപോകണു. ഇനിയിപ്പോൾ സമയം. അയ്യോ മോനെ, ഒരു കേക്ക് കൂടി കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് നമ്മൾ LN ബ്ലോഗ്സിൻ്റെ ക്രിസ്മസ് സീരീസിലെ കേക്കാണ് അത്. ഇവരെല്ലാവരും കൂടി ഇവർ കഴിക്കാൻ പോവാണ്. ഞാൻ കട്ട് ചെയ്തു. ലെറ്റ്സ് കട്ട് ദ കേക്ക്. ഫുഡും കൂടെ പിടിക്കാം മാമയുടെ കയ്യിൽ. വാവ്, യെസ്, ഹായ് ഹായ്. ഓക്കെ ഓക്കെ, മെറി ക്രിസ്മസ്. അപ്പോൾ തിരിച്ചു പോകുന്നു. ഇനി അമ്മൂമ്മയുടെ വീട്ടിലും കൂടി പോകണം. ഉടനെ കൊണ്ട് യാത്ര പറയാനായിട്ട് അല്ലേ? അമ്മൂമ്മയുടെ അവിടെ പോകണ്ടേ? ആ ഒരു കാര്യം കൂടി ഉണ്ട്. അപ്പോൾ കം, ലെറ്റ്സ് ഗോ, ലെറ്റ്സ് ഗോ. അമ്മയുടെ വീടിൻ്റെ ഫ്രണ്ടിലെത്തി. ഞാൻ സെറ്റ് ചെയ്ത മുടിയെല്ലാം എടുത്ത് ഇങ്ങനെ കെട്ടി വെച്ചിരിക്കും. ഓ യെസ്, അനു, കുടുംബോളം എല്ലാവരും ഉണ്ട്. യാത്ര പറയാനാ. കുറേ ദിവസം കഴിഞ്ഞിട്ട് നിങ്ങളെല്ലാവരും അമ്മയെ കാണുകയാണ്. അമ്മയെക്കുറിച്ച് അന്വേഷിക്കുന്നുണ്ട് കേട്ടോ. അമ്മ ഭയങ്കര ഫോർമലായി നിൽക്കുന്നത്. അമ്മ കുറച്ച് ക്ഷീണിച്ചതുപോലെ തോന്നുന്നുണ്ട് ഈ സാരിയിൽ അല്ലേ? കുറച്ച് സ്ലിം ആയത്. ആഹാരം ഇപ്പം ഡയറ്റ് കുറച്ച് ശ്രദ്ധിക്കുന്നു. എന്താ പിന്നെ എടുക്കാൻ? അയ്യോ, അമ്മാമ്മയ്ക്ക് എടുക്കും. ഇതാ നോക്ക്, വല്യമ്മ ഇരിക്കും, നോക്കൂ. ഓ യെസ്, അമ്മാമ്മ. അയ്യോ, അനു എവിടെ? ഇത് കണ്ടിട്ടുണ്ടോ ഈ ഫോട്ടോ? പഴയ? അയ്യോ ഇല്ല കേട്ടോ. ഇതിപ്പോൾ എവിടെ നിന്ന് കിട്ടിയത്? നന്നായിരിക്കുന്നു അല്ലേ? അമ്മ ഇരിക്കുന്നു. ഇതാരാ? ശാന്തിച്ചിട്ടാ? കൈ പിടിച്ചോണ്ടിരിക്കുന്നു ബൗട്ടി. ആ, ശാന്തിച്ചിട്ട ഏതാ? അച്ഛന്റെ ഭംഗിയാണ്. അച്ഛന്റെ ഭംഗിയാണ് മക്കൾക്ക് കിട്ടിയിരിക്കുന്നത് അല്ലേ? എന്നാലും അമ്മയെക്കാട്ടിലും അച്ഛനാണ് സുന്ദരൻ അല്ലേ? 28 വയസ്സിൽ അമ്മ ലീലാവുമായിരുന്നു. അച്ഛൻ ബോംബെ പഠിച്ച് ഹെറോളി ജോലി. ഓ, ആലോചിച്ചോക്കാമ. ഈ മൂത്ത ലീലോലിമ നോക്കൊരു
ബ്യൂട്ടി ക്വീൻ. അതെന്താ 10th കഴിഞ്ഞേ ഉള്ളൂ. അപ്പം ഹാഫ് സാരിയൊക്കെ കൊടുത്തിട്ടിരിക്കുന്നത് അമ്മയാണ് ഇത് അല്ലേ? ഞാൻ ഒരു പൂവെല്ലാം പൂവൊക്കെ വെച്ചിട്ട് ഗാർഡനിൽ നിന്ന് ഒരു പൂവൊക്കെ എടുത്ത് വെച്ചേ. നല്ല നല്ല ഫോട്ടോ, വേറെ റെയർ പിക്ചർ അല്ലേ? ഇവരെല്ലാവരും ഇപ്പോൾ പല പല സ്റ്റേജസ്. ലീലവല്യമ്മ ഇപ്പം ഇല്ല, അച്ഛനമ്മ ഇല്ല അല്ലേ? ഇതൊക്കെ ഹരിയപ്പൂപ്പൻ. ശശിമാമൻ എന്ത് ചെയ്യും? ഇത് തന്നെ ശശിമാമന്. ഇത് പിന്നെ രാജൻ മാമ. ഓക്കെ. ഷാഞ്ചിട്ട് നോക്ക്, ഭയങ്കര ക്യൂട്ടല്ലേ പൗട്ടിച്ചിട്ട്. ശോ. ഇത് ഞാൻ. ഓക്കെ. ഇത് അമ്മ, ഇത് അമ്മയുടെ മൂത്തവർ, ഇത് അച്ഛൻ, അമ്മ. ഇത് ഇവരുടെ ഏറ്റവും വളരെ ഇവരെല്ലാം ചെറുതായിരുന്നപ്പോൾ ഉള്ള ഫോട്ടോ ആണ്. ഞാൻ പക്ഷേ ഫസ്റ്റ് ടൈം കാണുന്നത്. അമ്മയ്ക്ക് ഈയിടയ്ക്കാണോ ഇത് വിളി കിട്ടിയത്? എവിടെ വെച്ചിരിക്കുന്നത്? ഫ്രെയിം ചെയ്യാത്തോണ്ടായിരിക്കും. ഇത് വളരെ അമ്മയുടെ പഴയ അച്ഛൻ്റെ അമ്മയുടെ ഫാമിലി കുഞ്ഞുങ്ങളെ ഇവരെല്ലാം ചെറുതായിരുന്നപ്പോൾ ഉള്ള മെമ്മറീസ് ആണ് ഈ ഫോട്ടോസ്. അച്ഛ 28 വയസ്സിലൊക്കെ അച്ഛയെ കാണുമായിരുന്നു. അമ്മ തന്നെ പറയും അച്ഛയ്ക്ക് 28 വയസ്സ്, അമ്മയ്ക്ക് 17 വയസ്സ്. അവർ തമ്മിൽ 11 വർഷത്തെ വ്യത്യാസമുണ്ട് അല്ലേ? ഓ, പക്ഷെ ഭയങ്കര ഹാൻസം ആയിരുന്നു അല്ലേ? നമ്മളെല്ലാം ഫോട്ടോഗ്രാഫ്സ് എടുക്കുന്നതെല്ലാം ഭയങ്കര മെമ്മറീസ് ആണ്, നമുക്ക് എപ്പോഴും കാണാൻ പറ്റും. കൂടെ പോണ കാണാൻ നല്ല രസമായിരുന്നു. അത് അബിക്ക് വേണ്ടിയിട്ട് അമ്മ ഹിന്ദിയിൽ പറയാണ്, ഇവിടെ രാസാം ഗേളിന് വേണ്ടിയിട്ട്. അമ്മാക്ക ഫാദർ മദർ. സുന്ദരി അമ്മയെ കാണാതെ എല്ലാവരും ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, അമ്മ ഇവിടെ, ലക്ഷ്മി കണ്ടിട്ട് കുറേ നാളല്ലോ ചേച്ചി എന്നൊക്കെ പറഞ്ഞ് കുറേ മെസ്സേജസ് വരുന്നുണ്ട്. സുന്ദരി അമ്മ കുറേ കൂടെ ഗ്ലാമറായിട്ടേ ഉള്ളൂ. ഇല്ല, ഒരു കോമാളിത്തരവും ഇല്ല, അടിപൊളിയാണ്. ബ്യൂട്ടി ക്വീൻ. ശരി, എങ്ങനെ ചിരിക്കുന്നത്? ചിരിക്കുന്ന എങ്ങനെ ചിരിക്കുന്ന? പല്ല് കാണിച്ച് ചിരിക്കുന്ന എങ്ങനെ? പൊടും സ്മൈൽ. Oh no, Kashu. You don't want Kashu? ലയ ചേച്ചി എങ്ങനെ ചിരിക്കുന്നത്? ലയ ചേച്ചി എങ്ങനെ ചിരിക്കുന്നത്? ലയ ചേച്ചി ലയ എങ്ങനെയാ ചിരിക്കുന്നേ? ലയ ചേച്ചി. ഓ, അങ്ങനെയാണോ ചിരിക്കുന്നത്? അല്ലല്ല, അവ ഒരു ആക്ഷൻ കാണിക്കുന്നതാണ്. എങ്ങനെയാണ് ലയ ചേച്ചി ചിരിക്കുന്നത്? ആക്ഷൻ. ഓഹോ. ഓ രക്ഷയില്ല. അപ്പോൾ നമ്മൾ കുറേ നാൾ കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ അമ്മ വീഡിയോയിൽ വരുന്നത്. ഓക്കെ. അപ്പം അമ്മ ഇങ്ങനെ നന്നായിരിക്കുന്നു, സുന്ദരിയായിട്ട്. അയ്യോ, എഡിറ്റ് ചെയ്യാനൊന്നുമില്ല, വെരി നാച്ചുറൽ. അതെ ഞാൻ പറഞ്ഞത്, അന്നത്തേക്കാട്ടിൽ കുറേ കൂടെ ബ്യൂട്ടിഫുൾ ആയിരിക്കും. ഇപ്പോൾ കുറച്ചുകൂടെ സ്ലിമ്മറായി, കുറച്ചുകൂടെ. അച്ഛാന്ന് അതിൽ ഭയങ്കര ഭംഗിയായിരുന്നു അമ്മയെ കാണാൻ. അഭി പറയുന്നത് അത് എന്തായാലും നമ്മള് അപ്പൊ അമ്മയുടെ ഫേവററ്റ് ചെറുമോൻ്റെ അടുത്തോട്ട് പോവാണ് നമ്മള്, വിഷ്ണു നായർ. ഓക്കെ, വിളിച്ചിരുന്നു. ഓക്കെ, അമ്മൂമ്മയുടെ ഏറ്റവും വേണ്ടപ്പെട്ട ആളാണ് വിഷ്ണു, 4ാമത്തെ മോൻ എന്നാണ് പറയുന്നത്. ഓ, കിട്ടിയോ? യു ഗോട്ട്? ഓക്കെ, കഴിച്ചോളൂ. ഓക്കെ, വെയിറ്റ്. ഇവിടെ ഇഷ്ടമുള്ള സാധനങ്ങളുണ്ട്. ആനന്ദ് സ്വീറ്റ്സ് അതല്ല, പക്ഷെ അത് ഫ്രിഡ്ജിൽ വെച്ചേക്കാം നമുക്ക്. ഇനിയിപ്പോൾ എന്താ പറയണ്ടേ? ഇനിയിപ്പോൾ പോകാൻ സമയമായി വരുന്നത്. ഇതാണ് അമ്മയുടെയും അച്ഛൻ്റെയും കല്യാണം, വെഡിങ് ഫോട്ടോ. വാവ്. ഓ, ഇവിടെ ഒരാൾ പേടയൊക്കെ കഴിച്ച്, വല്യമ്മ അവിടുത്തെ പേടയും കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇഷ്ടപ്പെട്ടു. യു ലൈക്ക് ഇറ്റ്? അമ്മ ഇരിക്കണോ? ഈ അമ്മ ഇരിക്കാം. വെയിറ്റ് பண்ணு. ഇവിടെ വല്യമ്മ ഉമ്മ കെട്ടിപ്പിടിച്ചൊരു അതുപോലെ കൊടുക്കും. ഉമ്മ. ഓക്കെ. അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു. യെസ്. ഓക്കെ അമ്മ, പോയിട്ട് വരാം. ഓക്കെ, സന്തോഷം. ഓക്കെ. സായി. ഓക്കെ, ഇട്ട് കൊടുക്കും. അമ്മ വലിയ സായി ഭക്തയാണ്, അപ്പോൾ വിഭൂതി ഭസ്മം ഇട്ടിട്ട് വരും. അമ്മൂമ്മ അവിടെ നിന്ന് ടാറ്റ പറയാൻ നോക്കുവനെ. അമ്മൂമ്മേ ഉണ്ടോ? അമ്മ അടുത്ത് പറഞ്ഞ അമ്മൂമ്മ കൂടെ നോക്കുവനെ. ഇത് വിഷ്ണുവും പാർവതി എല്ലാം ചെറിയ കുട്ടികളായിരിക്കും. അപ്പോൾ ഇവിടെ അമ്മൂമ്മയുടെ അവിടെ പോയിട്ട് തിരിച്ചു പോകുമ്പോൾ ഇതുപോലെ വിളിച്ചുകൊണ്ട് പോകുമ്പോൾ അമ്മ ഇവിടെ വന്ന് നിൽക്കും ശരി. എന്നിട്ട് ഇവിടെ നിന്ന് ടാറ്റ പറഞ്ഞിട്ടാണ് പോകുന്നത്. അതുപോലെ പൂടൂരും ഇപ്പോൾ പൗടു
അപ്പോൾ അതിങ്ങനെ ഒരു ശീലമാണ്. അപ്പോൾ വിഷ്ണു പറഞ്ഞത് ഇപ്പോഴും ഇത്രയും വലുതായിട്ടും ഇവിടെ അമ്മൂമ്മയെ കണ്ടിട്ട് തിരിച്ചു പോകുമ്പോൾ ഇതുപോലെ തന്നെയാണ്. അമ്മ ഇവിടെ വന്ന് ഇങ്ങനെ ടാറ്റ പറഞ്ഞുകൊണ്ടിരിക്കും ഈ സൈഡിൽ. അതൊരു ഓർമ്മയാണ് എപ്പോഴും. അവർക്ക് ഭയങ്കര ഇതാണ്, നൊസ്റ്റാൾജിയാണ് അമ്മൂമ്മയുടെ അവിടെ വരുമ്പോൾ. അങ്ങനെ ഫൈനലി അമ്മൂമ്മ ഇട്ടുന്ന വിഭൂതിയൊക്കെ ആയിട്ട് നമ്മൾ അമ്മ ഇട്ടുന്നത് കൂടുതലായിട്ട് ഇരിക്കുന്നുണ്ട്. കുട്ടി മൂവിങ് അറൗണ്ട്. സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് തീർന്നില്ല, ഇപ്പോഴും നമ്മൾ ലാസ്റ്റ് മിനിറ്റ് പാക്കിങ്. പുഴുവിൻ്റെ ബാഗും റെഡി അല്ലേ മുന്നേ? പുഴു റെഡി, അനുവിൻ്റെ റെഡി. ഇനി ഞാൻ എൻ്റെ ബാഗ് മാത്രമേ ഉള്ളൂ ബാക്കി, അത് കൂടി ഇപ്പോൾ ശരിയാക്കാം. ഓൾമോസ്റ്റ് ഹാഫ് ആക്കി വെച്ചിട്ടുണ്ട്. ഓ മുന്നേ ഇനിയും കുറച്ച് സാധനങ്ങൾ ഫില്ല് ചെയ്യുന്നുണ്ട്, അതപ്പോൾ ചെറിയ ഹാൻഡ് ബാഗേജിലും കൂടി എല്ലാം എടുക്കാം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ തയ്യാറെടുപ്പുകൾ പോകുന്നതിന് മുന്നേ ഉള്ള. ഇനി പോകുന്ന ഇനി തിരിച്ച് നമ്മുടെ യാത്രയുടെ ബാക്കി വിശേഷങ്ങളൊക്കെ അടുത്ത വീഡിയോ എടുക്കാം. ഓക്കെ അനു ബൈ. ഉമ്മ ഓക്കെ.